ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള താരിഫ് സംബന്ധമായ തർക്കത്തിൽ ഇസ്രായേൽ ഇടപെടുമോ? ഈ ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇന്ത്യയും അമേരിക്കയും 2 ദശാബ്ദത്തോളമായി നല്ല സൗഹൃദത്തിൽ കഴിഞ്ഞിരുന്ന 2 രാജ്യങ്ങളാണ്. ഇസ്രായേൽ ആണെങ്കിൽ മുമ്പ് ഇസ്രായേലുമായി ഇന്ത്യക്ക് വലിയ നയതന്ത്രപരമായ ബന്ധം ഉണ്ടായിരുന്നില്ലെങ്കിലും ഇപ്പോൾ വളരെ സജീവമായ രീതിയിലാണ് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം നടക്കുന്നത്. ലോകത്ത് ഇന്ത്യ ആയുധം വാങ്ങുന്നതിൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഇസ്രായേലിനെയാണ്. പ്രധാനമായും 4 രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ ആയുധങ്ങൾ വാങ്ങുന്നത്. അത് അമേരിക്ക ആയാലും റഷ്യ ആയാലും ഫ്രാൻസ് ആയാലും ഇസ്രായേൽ ആയാലും. അതിൽ ഇസ്രായേലിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്നത്. 2900 കോടി ഡോളറിന്റെ ആയുധങ്ങളാണ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നാം ഇസ്രായേലിൽ നിന്ന് വാങ്ങിയത്. ഇസ്രായേലിന്റെ മികച്ച ആയുധങ്ങളാണ് ഇന്ത്യയെ പാകിസ്ഥാനെതിരായ യുദ്ധത്തിൽ നമ്മളെ സഹായിച്ചത്. അതുപോലെ തന്നെ ഇസ്രായേലുമായി യോജിച്ചുകൊണ്ട് ഒരുമിച്ചുള്ള സാങ്കേതിക വിദ്യയിലൂടെ ഡെവലപ്പ് ചെയ്ത ആയുധങ്ങൾ നമ്മൾ ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ നമ്മുടെ ഒരു ശക്തിയായ പിന്തുണയ്ക്കുന്ന രാജ്യമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം 1971 ബംഗ്ലാദേശ് യുദ്ധ സമയത്ത് പോലും ഇസ്രായേൽ രഹസ്യമായി ഇന്ത്യക്ക് ആയുധങ്ങൾ തന്നിരുന്നു എന്നാണ് പറയുന്നത്. അന്ന് അമേരിക്ക പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ എതിർചേരിയിലായിരുന്നു. പക്ഷെ അന്നും ഇസ്രായേൽ നമുക്ക് ആയുധങ്ങൾ തന്നിരുന്നു. ഇപ്പോഴും ഇസ്രായേലുമായിട്ട് വളരെ നല്ല ബന്ധമാണ് നമുക്കുള്ളത്. പലസ്തീൻ സംഘർഷത്തെ തുടർന്ന് ലോകത്തെ പല രാജ്യങ്ങളും ഇസ്രായേലിനെതിരായ നിലപാട് സ്വീകരിച്ചപ്പോഴും ഇന്ത്യ ഇസ്രായേലിനോടും പലസ്തീനോടും തുല്യത പാലിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലുമായിട്ട് വളരെ നല്ല ബന്ധമാണ് ഇന്ത്യക്കുള്ളത്. പക്ഷെ ഇപ്പോൾ അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ ബന്ധം വളരെ വഷളാവുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം അമേരിക്ക ഇന്ത്യക്ക് 25% ഇറക്കുമതി തീരുവ അമേരിക്ക ഇന്ത്യക്ക് 25% ഇറക്കുമതി തീരുവ നിശ്ചയിച്ചിരിക്കുന്നത്. അത് വീണ്ടും വർദ്ധിപ്പിച്ച് ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ അത് 50% ഉയർത്തിയിരിക്കുകയാണ് ട്രംപ് ചെയ്തിരിക്കുന്നത്. ട്രംപിനെ അതിന് പ്രകോപിപ്പിച്ചത് റഷ്യയുമായുള്ള ഇന്ത്യയുടെ വ്യാപാരമാണ്. ഇന്ത്യ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. കാരണം ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. ഇന്ത്യയിലെ കർഷകരുടെയും ഇന്ത്യയിലെ പാൽ ഉൽപാദകരുടെയും ഇന്ത്യയിലെ മത്സ്യത്തൊഴിലാളികളുടെയും കാര്യങ്ങൾ ഒരു വിട്ടുവീഴ്ചയും ഇന്ത്യ ചെയ്യാനില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. നേരത്തെ വാഷിംഗ്ടണിൽ വെച്ച് ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകൾ നടന്നിരുന്നു. അന്ന് നമ്മൾ അതിശക്തമായ നിലപാടാണ് എടുത്തത്. കാർഷിക മേഖലയിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് കയറി വരാനുള്ള യാതൊരു പഴുതും നമ്മൾ നൽകില്ല എന്ന് പറഞ്ഞിരുന്നു. മറ്റു ചില കാര്യങ്ങളിലും അമേരിക്കയും ഇന്ത്യയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കുന്നത് റഷ്യയുടെ എണ്ണ വാങ്ങുന്ന കാര്യത്തിലാണ്. ഈ സമയത്ത് നമ്മൾ തിരിച്ചു ചോദിച്ചത് എന്തുകൊണ്ട് അമേരിക്ക റഷ്യയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു? അത് ഫെർട്ടിലൈസേഴ്സ് ആണെങ്കിലും മറ്റു കാര്യങ്ങളിലാണെങ്കിലും അമേരിക്കയും റഷ്യയും തമ്മിൽ ഇപ്പോഴും വ്യാപാര ഇടപാടുകൾ നടക്കുന്നുണ്ട്. ഇതാണ് ഇന്ത്യ ചൂണ്ടിക്കാണിച്ചത്. എന്ത് തന്നെയായാലും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വളരെയധികം മോശമാകുന്ന അവസ്ഥയാണ്. വ്യാപാര കരാർ തമ്മിൽ ഇനി ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര ചർച്ചയെ നടക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റഷ്യയിൽ നിന്ന് എന്ന് ഇന്ധനം നിർത്തുന്നുവോ അന്ന് മാത്രമേ ചർച്ച തുടങ്ങൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യയെക്കുറിച്ച് പുകഴ്ത്തി സംസാരിക്കുന്നത്. ഇന്ത്യയുടെ ശക്തിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയും അമേരിക്കയും 2 ശക്തികളാണ്. രണ്ടിനോടും ഇസ്രായേലിന് നല്ല ബന്ധമാണുള്ളത്. 2 രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കാൻ വേണ്ടി ഇനി ഇസ്രായേലിന്റെ ഇടപെടലുകൾ ഉണ്ടാകുമോ എന്നാണ് നാം കാത്തിരിക്കുന്നത്.